നമസ്കാരം. മെഷീൻ സ്പിൻഡിൽ ചക്ക് ഇടുന്നതും 3 ജോ ചക്ക് 4 ജോ ചക്ക് എന്നിവ അൺലോഡ് ചെയ്യുന്നതും സംബന്ധിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെഷൻ തുടങ്ങാം. ഇനി നമുക്ക് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാകും. സ്പിൻഡിൽ നോസിൽ നിന്ന് ചക്ക് ഊരി മാറ്റുക. സ്പിൻഡിൽ നോസിൽ ചക്ക് ഇടുക. സ്പിൻഡിൽ നോസിൽ ചക്കുകൾ ഇടുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്യുക. വുഡൻ പ്ലാങ്കിൽ ചക്ക് വയ്ക്കുക. സ്പിൻഡിൽ നോസിൻ്റെ അടുത്തേക്ക് അത് നിരക്കി കൊണ്ടുവരിക. സ്പിൻഡിൽ ലോക്ക് ചെയ്യുന്നതിന് ലീവർ സെറ്റ് ചെയ്യുക. കൈകൊണ്ട് സ്പിൻഡിൽ ക്ലോക്ക് വൈസ് ആയി തിരിക്കുക. സ്പിൻഡിൽ ചക്ക് ഇടുക. ചക്ക് നല്ല ഉറപ്പോടെ സ്പിൻഡിലിൽ ചേർന്നിരിക്കുന്നതുവരെ സ്ക്രൂ ചെയ്യുക. ചക്ക് എളുപ്പത്തിൽ സ്പിൻഡിലേക്ക് സ്ക്രൂ ചെയ്യാവുന്നതാണ്. സ്പിൻഡിൽ നോസിൽ നിന്ന് ചക്ക് ഊരി മാറ്റുന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്പിൻഡിൽ ലോക്ക് ചെയ്യുന്നതിനായി ലീവർ സെറ്റ് ചെയ്യുക. ചക്കിനും ലെയ്ത്ത് ബെഡിനും ഇടയിൽ ഒരു വുഡൻ ബ്ലോക്ക് വയ്ക്കുക. വുഡൻ ബ്ലോക്കിൻ്റെ കനം ചക്കിനും ലെയ്ത്ത് ബെഡിനും ഇടയിലുള്ള അകലത്തേക്കാൾ അല്പം കുറവായിരിക്കണം. സ്പിൻഡിൽ നോസിൽ നിന്ന് ചക്ക് അയഞ്ഞു കിട്ടുന്നതിന് ലെയ്ത്ത് സ്പിൻഡിൽ കൈകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയി തിരിക്കുക. സ്പിൻഡിൽ നിന്ന് ചക്കിൻ്റെ സ്ക്രൂ അഴിക്കുക. വുഡൻ ബ്ലോക്ക് നീക്കം ചെയ്യുക. ഒരു കാംലോക്ക് സ്പിൻഡിലിൽ ചക്ക് ഇടുന്നതിനെക്കുറിച്ച് നമുക്ക് ഇനി പഠിക്കാം. സ്പിൻഡിൽ തടസ്സമില്ലാതെ കറങ്ങുന്നതിനായി ക്ലച്ചിൻ്റെ പിടുത്തം മാറ്റുക. സ്പിൻഡിലെ ഒരു കാം ലോക്കിംഗ് സ്ക്രൂവിൽ ശരിയായി ചക്ക് കീ ഇടുക. സ്പിൻഡിലെ കറസ്പോണ്ടിംഗ് ലൈനുമായി രജിസ്ട്രേഷൻ ലൈൻ ലംബമായി വരുന്ന വിധത്തിൽ ഓരോ കാം ലോക്കിംഗ് സ്ക്രൂവും തിരിക്കുക. സ്പിൻഡിലെ ക്ലിയറൻസ് ദ്വാരങ്ങൾ ചക്കിലെ കാംലോക്ക് സ്റ്റഡുകളുമായി യോജിച്ച് വരുന്നതുവരെ സ്പിൻഡിൽ കൈകൊണ്ട് തിരിക്കുക. സ്പീഡ് ചേഞ്ച് ലീവർ ഏറ്റവും കുറഞ്ഞ RPMലേക്ക് ക്രമീകരിക്കുക. സ്പിൻഡിലേക്ക് ചക്ക് തള്ളുക. ഓരോ കാം ലോക്ക് സ്ക്രൂവും ക്ലോക്ക് വൈസ് ആയി മുറുക്കുക. ബോൾട്ടഡ് സ്പിൻഡിലിൽ ചക്ക് ഇടുന്നതിനെക്കുറിച്ച് നമുക്ക് ഇനി പഠിക്കാം. ചക്കിലെ സ്റ്റഡ്സുകളിൽ നിന്ന് നട്ട്സും വാഷറും നീക്കം ചെയ്യുക. സ്പിൻഡിൽ തടസ്സമില്ലാതെ കറങ്ങുന്നതിനായി ക്ലച്ചിൻ്റെ പിടുത്തം മാറ്റുക. സ്പിൻഡിലേക്ക് ചക്കിലെ സ്ലോട്ടിൻ്റെ നേർക്ക് വരുന്നതുവരെ സ്പിൻഡിൽ കൈകൊണ്ട് തിരിക്കുക. സ്പീഡ് ചേഞ്ച് ലീവർ ഏറ്റവും കുറഞ്ഞ RPMലേക്ക് ക്രമീകരിക്കുക.
സ്പിൻഡിലേക്ക് ചക്ക് തള്ളുക. സ്റ്റഡ്സുകളിലേക്ക് വാഷറും നട്ട്സും ഘടിപ്പിക്കുക. ഒരു ടാപ്പർ സ്പിൻഡിലിൽ ചക്ക് ഇടുന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. സ്പിൻഡിൽ നോസിലെ കീ ചക്കിലെ കീവേയുടെ നേർക്ക് വരുന്നതുവരെ സ്പിൻഡിൽ കൈകൊണ്ട് തിരിക്കുക. സ്പീഡ് ചേഞ്ച് ലീവർ ഏറ്റവും കുറഞ്ഞ RPMലേക്ക് ക്രമീകരിക്കുക. സ്പിൻഡിലേക്ക് ചക്ക് തള്ളുക. ആൻറ്റി ക്ലോക്ക് വൈസായി ലോക്കിംഗ് റിംഗ് തിരിക്കുക. ലോക്കിംഗ് റിംഗിൽ പ്രത്യേക സി സ്പാനർ ഇടുക. ഹാൻഡിൽ താഴേക്ക് ചൂണ്ടിയിരിക്കുന്ന വിധത്തിൽ ലോക്കിംഗ് റിംഗിൻ്റെ മുകൾ ഭാഗത്തിനു ചുറ്റും സ്പാനർ ചേർന്നിരിക്കണം. ഒരു കൈകൊണ്ട് ഹാൻഡിലിൻ്റെ അറ്റത്ത് പിടിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസായി മറ്റേ കൈകൊണ്ട് മറ്റേ അറ്റത്ത് ശക്തമായി അടിക്കുക. ലോക്കിംഗ് റിംഗ് ഉറപ്പോടെ മുറുക്കുക. ചക്കുകൾ ഇടുന്നതിനും ഊരി മാറ്റുന്നതിനും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും. ഒരു ചക്ക് ഇടുന്നതിനായി ശ്രമിക്കുന്നതിന് മുമ്പ് അത് ലെയ്ത്തിന് ചെയ്യാനുള്ള ജോബിന് യോജിച്ചതാണോ എന്ന് ഉറപ്പാക്കുക. സ്പിൻഡിൽ നോസിലേക്ക് ഒരു ചക്ക് ഇടുന്നതിന് വൈദ്യുതി ഉപയോഗിക്കരുത്. ചക്കിൻ്റെയും സ്പിൻഡിലിൻ്റെയും എല്ലാ മേറ്റിംഗ് പാർട്സുകളും വൃത്തിയാക്കുക. സ്ലൈഡ് വേകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ലൈറ്റ് ചക്കുകൾ ഇടുമ്പോൾ ലെയ്ത്ത് ബെഡിൽ ഒരു വുഡൻ ബോർഡ് വെക്കുക. വലിയ ചക്കുകളാണെങ്കിൽ ചക്കുകൾക്കും ലെയ്ത്ത് ബെഡിനും ഇടയിൽ ഒരു വുഡൻ ക്രേഡിൽ വെക്കുക. മെയ്റ്റിംഗ് സർഫേസ് ഓയിലിൻ്റെ ഒരു ലൈറ്റ് ഫിലിം കൊണ്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക. മൗണ്ടിംഗ് ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞ RPMലേക്ക് വേഗം കുറയ്ക്കുക. മോട്ടോർ ഓൺ ചെയ്യുക. ക്ലച്ച് ലീവർ ഇടുക. ചക്ക് ഇപ്പോൾ കറങ്ങാൻ തുടങ്ങും. ഉപരിതലങ്ങൾ നിരീക്ഷിച്ച് ചക്കിൻ്റെ ഡയാമീറ്ററും ഫേസും ശരിയായി കറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഉപയോഗത്തിന് ശേഷം ചക്ക് ശ്രദ്ധാപൂർവം വൃത്തിയാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. ഒരു ചക്ക് എളുപ്പത്തിൽ ഊരി മാറ്റുന്നതിന് 30 mm ഡയാമീറ്ററും 300 mm നീളവുമുള്ള ഒരു ഇരുമ്പ് കഷ്ണം ഉപയോഗിക്കണം. ഇത് ഏകദേശം 200 mm ചക്കിൽ നിന്നും ഉയർന്നു നിൽക്കണം. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത് നോക്കാം. സ്പിൻഡിൽ നോസിൽ നിന്ന് ചക്ക് ഊരി മാറ്റുക. സ്പിൻഡിൽ നോസിൽ ചക്ക് ഇടുക. ഇത്രയുമാണ് മെഷീൻ സ്പിൻഡിൽ ചക്ക് ഇടുന്നതും 3 ജോ ചക്ക് 4 ജോ ചക്ക് എന്നിവ അൺലോഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളും പരിശീലനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.